അനേകം അറിവുകൾ നിറഞ്ഞ അക്ഷയപാത്രമാണ് കളരിപ്പയറ്റ്. വിലയേറിയ ശാസ്ത്രങ്ങൾ, ഏറ്റവും മഹത്തായ അറിവുകൾ, എല്ലാ കലകളും, അത് സ്പോർട്സായാലും ആർട്സായാലും ആയോധനമായാലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കലയാണ്, യുദ്ധമാണ് കളരിപ്പയറ്റ്. അറിവിൻ്റെ നിറകുടം എന്ന് വേണമെങ്കിൽ പറയാം. ശരീരശാസ്ത്രം, മർമ്മശാസ്ത്രം, നിമിത്തശാസ്ത്രം, ശരനൂൽ ശാസ്ത്രം, ഗൗളിശാസ്ത്രം, വാസ്തുശാസ്ത്രം, ആയുധശാസ്ത്രം ഇവയെല്ലാം നിറഞ്ഞ മഹത്തായ, ശ്രേഷ്ഠമായ, തലമുള്ള, ശ്രേഷ്ഠത നിറഞ്ഞ, ശ്രേഷ്ഠതയാർന്ന കലയാണ് കളരിപ്പയറ്റ്. പലപ്പോഴും ഇതിനെ മറയ്ക്കുകയാണ് ആചാര്യന്മാർ ചെയ്യുന്നത്. ആദ്യമേത് പഠിക്കണം, കളരിയുടെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ തലങ്ങൾ എന്താണ്, അടിസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തു മുതൽ പഠിച്ചു തുടങ്ങണം, നിലകൾ തൊട്ടാണോ, നിലകളുടെ പേരുകൾ തൊട്ടാണോ, ശരീരശാസ്ത്രമാണോ ആദ്യം പഠിക്കേണ്ടത്, മർമ്മശാസ്ത്രമാണോ, മർമ്മശാസ്ത്രം പഠിച്ചാൽ മാത്രം മതിയോ, ശരീരശാസ്ത്രം പഠിക്കണ്ടയോ എന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയി വളരെ മഹത്തായ ആയോധന കലയാണ് കളരിപ്പയറ്റ്. അറിവുള്ള ഗുരു അറിവിനെ അറിവിൻ്റെ തലങ്ങളിലൂടെ പകർന്നു നൽകുന്നു. അവിടെ ധനം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ്. ധനം ചോദിക്കുകയല്ല, തരികയാണ്. അതിനെയാണ് ഗുരുദക്ഷിണ എന്ന് പറയുന്നത്. ഗുരുവിന് ദക്ഷിണ കൊടുക്കുക അത് ശിഷ്യൻ്റെ കടമ തന്നെയാണ്. ദക്ഷിണ ചോദിക്കാതിരിക്കുക അത് ഗുരുവിൻ്റെ കടമ. ദക്ഷിണ ഒരിക്കലും ചോദിക്കാറില്ല. അറിഞ്ഞ് ശിഷ്യൻ കൊടുക്കുന്നതായിരിക്കണം. അറിഞ്ഞ് ശിഷ്യന് കൊടുക്കുന്ന അറിവിൻ്റെ തലങ്ങൾ ഉന്നതമാണെങ്കിൽ ശിഷ്യൻ കൊടുക്കുന്ന ദക്ഷിണയും ഉന്നതമായ അവസ്ഥയിലുള്ളതായിരിക്കും. നിലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കളരിപ്പയറ്റ് പോകുന്നത്. നിലകൾക്ക് വ്യക്തമായ പാഠമുണ്ട്, അറിവുണ്ട്. നിലകളെ വ്യക്തമായി തന്നെ പഠിപ്പിക്കണം. 5 നിലകളും അതിൽ നിന്ന് 5 തന്ത്രങ്ങളും 10 വടിവുകളും 18 അടവുകളും ചേർന്ന മഹത്തായ കലയാണ് കളരിപ്പയറ്റ്. എല്ലാവിധത്തിലുള്ള സ്പോർട്സ് ഐറ്റങ്ങളും എല്ലാവിധത്തിലുള്ള ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള മുദ്രകളും എല്ലാം കളരിപ്പയറ്റിൽ നിന്ന് ആരംഭം കുറിച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ നിവർന്നു നിന്ന് ആയുധങ്ങൾ കയ്യിലേന്തി അവരെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ തടഞ്ഞു നിർത്തി യുദ്ധമാക്കി, സ്നേഹപ്രകടനമാക്കി, തൻ്റെ വാസസ്ഥലം ഉറപ്പിച്ചു നിർത്തിയിരുന്ന ആ യുദ്ധ കലയാണ് ഇന്ന് യുദ്ധമാണ് കലയാക്കി മാറ്റി ചോദിക്കുന്ന പൈസയ്ക്ക് വിൽക്കുന്ന തരത്തിലേക്ക് മാറിപ്പോയത്.